ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനം. ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇപ്പൊ എന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഗ്രത വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയണത്? വ്യഗ്രത അതായത് സുഖലോലുപത, മദ്യാസക്തി, പിന്നെന്താ ജീവിത വ്യഗ്രത എന്നിവയാൽ മനസ്സ് ദുർബലമാകും. ഈ മനസ്സ് ദുർബലമായ മനസ്സിൽ നിന്ന് വിശ്വാസം ഉണ്ടാകത്തില്ല, പ്രത്യാശ ഉണ്ടാകത്തില്ല, ദൈവസ്നേഹം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഏറ്റവും ഉടമ്പടി എടുത്ത ആൾക്കാർ എന്താ ശ്രദ്ധിക്കേണ്ടത്? മനസ്സ് ദുർബലമാക്കാതിരിക്കാൻ നോക്കണം. പിടിയാ എന്ന് പറഞ്ഞേ. ഉടമ്പടി എടുത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? മനസ്സ് ദുർബലമാക്കരുത്. മനസ്സ് ദുർബലമാകണം. എന്തൊക്കെ കൊണ്ടാണ്? ആസക്തികൾ കൊണ്ടാണ് ദുർബലത ഉണ്ടാകുന്നത്. ആസക്തികൾ എന്തൊക്കെയാണ്? ഇപ്പം സുഖലോലുപത, അത് ഭയങ്കര ഒരു ആസക്തിയാണ്. എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ആൾക്കാരുമായിട്ട് ജോളിയായിട്ട് പോകണം, സിനിമ കാണണം. അതുപോലെ തന്നെ ഇങ്ങനെ എപ്പോഴും നമുക്ക് സുഖം തരുന്നതിൻ്റെ അകത്ത് എപ്പോഴും ആബന്ധമായി കഴിഞ്ഞാൽ എന്ത് പറ്റും? മനസ്സ് ദുർബലമായി കഴിയും. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ക്ലേശം കർത്താവ് തരണത്. മനസ്സിലായില്ലേ? രോഗം, പീഡ. ഇപ്പം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ടോ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? അത് കർത്താവ് എടുത്ത് മാറ്റുമ്പോൾ മാറ്റട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് മനസ്സിലാകണത്? അതിനകത്ത് ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്, ഉറക്ക ക്രമീകരണങ്ങളുണ്ട്, ഒത്തിരി ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ ആ ക്രമീകരണങ്ങൾ ഒരു സുവിശേഷം പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, അവരുടെ വേദന മനസ്സിലാക്കാൻ നമ്മളിത് സഹായിക്കും. പിന്നെ നിങ്ങളോട്, രോഗികളോട് കരുണ കാണിക്കാൻ ഇതെന്നെ സഹായിക്കും. ഇതെന്നെ ഇല്ല, ഞാൻ ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളോട് കരുണ കാണിക്കാൻ പറ്റും? പറ്റത്തില്ല. എനിക്കെങ്ങനെ ഒരു രോഗിയോട് ഒരു ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ ചുമ്മാ പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾക്കറിയാമല്ലോ. അല്ലാതെ ഒരു പ്രാർത്ഥന ഒരു പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്നാ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ച് പറയണമല്ല. ഐ മസ്റ്റ് നോ ദാറ്റ് യു ആർ ഹീൽഡ്. അതിനെന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എല്ലാം പ്രാർത്ഥനയിൽ കർത്താവിനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാളിനെ ഹീൽ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഞാനിങ്ങനെ കിസ്ത്രക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഷ അവരൊന്നും പ്രാർത്ഥിക്കത്തില്ല. ഐ നോ വാട്ട് ടു ബി ഡൺ. എന്താണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണത്? ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? എൻ്റെ 36 കൊല്ലത്തെ പൗരോഹിത്യമാണ് ഈടുവെച്ചിരിക്കുന്നത്. 36 കൊല്ലത്തെ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ സത്യം പറയാം, ഈശോ ഉണ്ട്, ഒരു 1.5 പൗരോഹിത്യമാണ്. എന്താ കാര്യം? ഇന്ന് വരെ കർത്താവിന് വേണ്ടി ജീവിച്ച ചരിത്രമുണ്ട് എൻ്റെ കയ്യിൽ. കർത്താവിന് വേണ്ടി മിഷനായിട്ട് അറിയിച്ചും അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും കൊണ്ട് കടലിലും കരയിലും ചുറ്റു സഞ്ചരിച്ചും ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ 9 മണി തൊട്ട് രാത്രി ഈ പേഷ്യൻ്റാണെന്ന് പറയുന്ന ആളാണ് ചെയ്തിരിക്കുന്നത്. രാവിലെ 9 മണി തൊട്ട് രാത്രി 11:45 വരെ നിൽക്കുകയാണ്. അത്രയും ടൈം നിന്ന് ഉച്ചക്ക് ഊണ് കഴിക്കാൻ പോയി, സത്യമായിട്ടും പോയി. അത് 10 മിനിറ്റേ പോയുള്ളൂ. അത്രയും നിൽക്കണേ. എന്ത് വേണം നമുക്ക്? അഭിഷേകം വേണം. നമുക്കറിയാവില്ല, നമ്മൾക്കെല്ലാവരും നിങ്ങൾ പറയണത് രോഗം സൗഖ്യമാക്കണം, വീട് കെട്ടാം, ജോലി വേണം, അതിന് പിന്നെ മക്കളെ വേണം. നിങ്ങൾ ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. ദൈവത്തിൽ ഇതിനെല്ലാം കൂടി സിംഗിൾ പാക്കേജ് ഉണ്ട്. നിങ്ങൾ ചോദിക്കേണ്ടത് അഭിഷേകമാണ്. കർത്താവേ, ഇത് നീ എനിക്ക് അനുഭവിച്ചു തരുന്നവരെ നിലനിൽപ്പിനുള്ള വരം നൽകണമേ. പ്രാർത്ഥിച്ച് കർത്താവേ, ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങള് നീ എനിക്ക് അനുവദിച്ചു തരും വരെ നിലനിൽക്കാനുള്ള അഭിഷേകം നൽകണമേ. അപ്പൊ ദൈവമായിട്ടുള്ള ഇടപാടിൻ്റെ ഒരു ഡീലിങ്സ് മനസ്സിലായില്ലേ? ഇപ്പം ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ മുദ്ര എൻ്റെ ശരീരത്തിലുണ്ട്. ക്ലിയർ അല്ലേ? അത് രോഗമായിട്ട് 1 2 3 ഉണ്ട്. ഈ ശ്വാസകോശ രോഗമൊക്കെ
ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ കർത്താവ് ബ്ലോക്ക് ചെയ്തു. അവിടെ ഒന്നും ഉണ്ടായില്ലേ, ഇവിടെ വന്നപ്പോൾ തിരിച്ചുണ്ടായി. അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ്. അതെല്ലാവരും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന, എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന എല്ലാം കൊണ്ട്, അത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് ബ്ലോക്ക് ചെയ്തു. എനിക്ക് ഒരു ശ്വാസം മുട്ടലും ഉണ്ടായിട്ടില്ല. നല്ല മഴയും തണുപ്പുമുള്ള സമയത്തും ഞാൻ സ്ഥലത്തും അവിടെ പോയായിരുന്നു. എന്തുണ്ടായില്ല, അത് കർത്താവാണ് തീരുമാനിക്കണം ഉണ്ടാകണോ ഉണ്ടാകേണ്ടതെന്ന്. മനസ്സിലായ? അതേസമയത്ത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം, ദൈവം നമ്മുടെ നീതിയെ ചെയ്യത്തുള്ളൂ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കലർപ്പില്ലാതെ, സംശയമില്ലാതെ. സംശയമാണ് നമ്മുടെ മനസ്സിനെ ദുർബലമാക്കണത്. അത് ആണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്. ഇപ്പം പത്രോസ് നടന്നു വന്നില്ലേ കടലിലൂടെ, അപ്പോൾ കർത്താവ് അവൻ താഴ്ന്നു പോയില്ലേ? എന്തുകൊണ്ടാണ് താഴ്ന്നു പോയത്? അല്പവിശ്വാസി, നീ സംശയിച്ച. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 14:31. മത്തായി 14:31. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പതിനാലല്ലേ? മത്തായി 14:31. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്തിന്? അപ്പം ഈ അല്പവിശ്വാസം ആണ് എന്ത് ചെയ്യണത്? മനസ്സിനെ ദുർബലമാക്കുന്നത്. അല്പവിശ്വാസം കൊണ്ടാണ് സംശയം വരണത്. ഇപ്പം വ്യഗ്രതയും നേരത്തെ കണ്ടത് എന്താണ്? മനസ്സ് ദുർബലമാകണത് എന്താണ്? വ്യഗ്രത അല്ലേ? 21 ലുക്കാൻ്റെ സുവിശേഷം 21:14. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ മനസ്സ് ദുർബലമാകും. അപ്പോൾ വ്യഗ്രത ഒരു പ്രശ്നമാണ്. വ്യഗ്രതയും അതേസമയം പിന്നെ എന്താണ്? സംശയവും. ഈ രണ്ട് സംഭവം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട രോഗങ്ങളാണ്, വ്യഗ്രതയും സംശയവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിലൊക്കെ ശരിക്കും ഗൺ പോയിൻ്റ് കൊണ്ടുവരേണ്ടത് വ്യഗ്രതയും അതുപോലെ തന്നെ സംശയത്തെയുമാണ് ചികിത്സിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ജീവിതത്തിലുള്ള വ്യഗ്രതയെയും സംശയത്തെയും നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകി നീ വിശുദ്ധീകരിച്ച് എന്നെ ബലപ്പെടുത്തണമേ. ഇങ്ങനെ ബലപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് രോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്പിരിച്വൽ ഡിസീസ് രണ്ടാണ്. എന്താണ്? ഇനിയും ഉണ്ടാകുമേ, ഈശോ പറയണനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ എന്താണ്? സംശയം. രണ്ടാമത്തെ എന്താണ്? വ്യഗ്രത. ഈ വ്യഗ്രതയെ മാറ്റി, സംശയം മാറ്റി മനസ്സിനെ ദുർബലമെന്നല്ല പറഞ്ഞത്. ദുർബലമാകുമ്പോൾ തന്നെ നമ്മളെന്താ പറയണത്? അതിനെ ബലപ്പെടുത്തേണ്ടി വരും. മനസ്സിനെ ബലപ്പെടുത്തണം. മനസ്സിനെ ബലപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അറിയണ്ടേ? അതിൻ്റെ മരുന്ന് എന്താണ്? അതിൻ്റെ ടോണിക് എന്താണ്? ഇഞ്ചക്ഷനാണ്, IV ആണ്, ടോണിക്കാണ്, ടാബ്ലറ്റ്സ് ആണ്? എന്താണ് നമ്മൾ കഴിക്കേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ? മോസസ് എന്താണ് കഴിക്കാതിരുന്നത്? എന്താണ് അറിയേണ്ടത് മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടി? കാര്യം എന്താ? വാഗ്ദാന നാട് കക്ഷി പ്രാപിക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? ഉടമ്പടിയുടെ നീ വെച്ചിരിക്കണം ഒരു നിയോഗം നടക്കത്തില്ലെന്ന് ദൈവം മുഖത്ത് നോക്കി പറയും. നിൻ്റെ പോക്കും കളി ഇതുപോലെ ആണെങ്കിൽ നീ ഉടമ്പടി വെച്ചിരിക്കണ ഒരു സംഭവം നടക്കത്തില്ലെന്ന് ദൈവം നിൻ്റെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? മോസസിനോട് പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി നീ വെച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വാഗ്ദാന നാട് നീ പ്രാപിക്കത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അയർലൻഡ് വഴി ഈശോ പറഞ്ഞ ഇതാണ്, മോസസും ജോഷുവയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അതാണ് വിഷയം. എന്തൊക്കെയാണത്? 33:11 എടുത്ത് പുറപ്പാട് 33:11. സ്നേഹിതനോടെന്ന പോലെ
കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. മോശസ് വിട്ടുപോയിട്ടും ജോഷുവ കൂടാരത്തെ വിട്ടുപോണില്ല. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്, മനസ്സിലായില്ലേ? ഉടമ്പടിയിൽ വാഗ്ദാനം പ്രാപിക്കാൻ ഗ്യാപ്പ്, മോസസിനും ഗ്യാപ്പുണ്ട്. നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷൻസിന് അറിയാം ഗ്യാപ്പ് എന്ന് എന്താണെന്നറിയാം. ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണ്. ഇവിടെ തന്നെയല്ല എല്ലായിടത്തും. ഇവിടെ എന്താ പ്രോബ്ലം? അതായത് സ്ഥിരത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 1 തിമോത്തി 6:6 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് എന്ന് പറഞ്ഞ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. 6:11 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവിക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം. നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക. സ്ഥിരത നമ്മളെ അതായത് നമ്മുടെ ഗൺ പോയിന്റിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് സ്ഥിരത. അതായത് ഇപ്പം കുറച്ച് പ്രാർത്ഥിച്ച് രാവിലെ പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെയൊക്കെ ജീവിച്ചു, വൈകുന്നേരം എടുത്ത് ഉടമ്പടി പ്രാർത്ഥിച്ചു, പിന്നെ നിങ്ങൾക്ക് തോന്നിയ മാസം പോലെ തോന്നിയ മാസം കുറച്ചതൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളത് ഇല്ലാത്ത പറഞ്ഞ് ദൈവത്തെ ഇറക്കാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് രാവിലെ എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അപ്പോഴപ്പോയി സ്ഥിരത പോയി. സ്ഥിരത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടമ്പടിയല്ലേ ദൈവമായിട്ട്. അപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവത്തിന് നിരക്കാത്ത വർത്തമാനങ്ങളെ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? ദൈവമായിട്ടുള്ള സ്ഥിരത എന്ന് പറയുന്നത് നിങ്ങൾക്ക്, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തുള്ളൊരു ജീവിതമാണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം. അല്ലാതെ ഇത് കൊണ്ടുവന്ന് ഏതാണ്ട് കൊണ്ടുവന്ന് എഴുതി ആട് പ്രസവിക്കണം, അമ്മ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊണ്ടുവന്ന് ഇടത്തില്ലേ, ഈ നേരത്തെ പെട്ടി കൊണ്ടുവന്ന് ഇടത്തില്ലേ ആൾക്കാർ. അതുപോലുള്ള അഭ്യാസം കാണിച്ചിട്ട് പോകരുത്. ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയാമോ? അതായത് ഐ ആം നോട്ട് ദാറ്റ് സാറ്റിസ്ഫൈഡ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അതായത് ഉടമ്പടി എന്നൊരു പക്ക ഫോർമുലയാണ്. ഉടമ്പടിയിലേക്ക് കേരള സഭ എത്തിയത് 1975 തൊട്ട് 1925 വരെയുള്ള കാലമാണ്. ഈ 50 കൊല്ലമല്ലേ, 75 2025 അത് 50 കൊല്ലം അല്ലേ, 50 കൊല്ലമാണ് ദൈവം നമ്മളെ കേരള സഭയെ പരിപാലിച്ചു കൊണ്ടത്. കാര്യം എന്താണ്? കേരള സഭയെക്കുറിച്ച് കർത്താവിന് ഭയങ്കരമായ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെ സാത്താനും നല്ല പ്രതീക്ഷയുള്ള സ്ഥലമാണിത്. അത് കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം കേരള സഭയിലുള്ള എന്താണ്? ദൈവം ഇതിനെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചു കൊണ്ട് പോണത് സാത്താന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ലോകത്തെ തകർക്കാൻ കേരള സഭയെ ഉപയോഗിക്കണം. അതിനാണ് അവർ കുർബാനയൊക്കെ ഉപയോഗിക്കണത്. ആ കുർബാന വിഷയമാകണം. എന്താ തർക്കം? ശരിക്കും പറഞ്ഞ ഫ്രീ മേസൺസിൻ്റെ കാലത്ത് കുർബാന അപമാനിക്കപ്പെട്ടതിനേക്കാൾ ശക്തമായ രീതിയിൽ ഇന്ന് പലപ്പോഴും കുർബാന ഒരു തർക്കത്തിൻ്റെ വിഷയമായി മാറുന്നില്ലേ? കാരണം കേരള സഭയെക്കുറിച്ച് ഒരു ആഗോളമായ പദ്ധതിയാണ് ദൈവത്തിനുള്ളത്. കാര്യം എല്ലായിടത്തും വിശ്വാസത്തിന് വിളക്ക് കെട്ടാൽ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുത്തെ കന്യകമാരും ഇവിടുത്തെ നീതിമാന്മാരും ഇവിടുത്തെ അഭിഷിക്തരും ഇവിടുത്തെ പ്രവാചകന്മാരും ലോകം മുഴുവനും വിശ്വാസം ജനിപ്പിക്കും. ഞാൻ അയർലൻഡിൽ നിന്ന് പോന്നപ്പോൾ എൻ്റെ ഒരു സഹോദരൻ പ്രവർത്തകൻ ജോജോ വിളിച്ച് പറഞ്ഞു, വെച്ചാൽ സായിപ്പച്ചന്മാരൊക്കെ ഇവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? നമ്മുടെ ആൾക്കാർ ധ്യാനം കൂടിയവരവിടെ അവരുടെ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ പള്ളിയിലൊക്കെ ആൾ കൂടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അയാളുടെ പേര് പറയാൻ കാര്യം അയാളത് പറഞ്ഞു സത്യമാണ് നിങ്ങൾ ധരിക്കാൻ വേണ്ടിയാണ്. എന്താ കാര്യം? എന്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആ ദേവാലയത്തിലെ ആ തദ്ദേശീയരുടെ ദേവാലയത്തിൽ പോലും
ജനങ്ങളെ പ്രാർത്ഥനാ നിരപരമായി. ദാറ്റ് മീൻസ് എന്താ കാര്യം? കർത്താവിന് വലിയൊരു പദ്ധതിയുണ്ട്. ഇവിടുത്തെ അഭിഷിക്തർ, ഇവിടുത്തെ പ്രവാചകർ, ഇവിടുത്തെ അപ്പോസ്തലന്മാർ ലോകം മുഴുവനും പോയി ലോകത്തിന് വന്ന വിശ്വാസ തകർച്ച ചെയ്യുന്നതിന് വീണ്ടെടുക്കാൻ കേരള സഭയെ കർത്താവ് വളരെ വളരെ ശക്തമായ രീതിയിൽ 1975 കരിസ്മാറ്റിക് ധ്യാനം ഇവിടെ വന്ന കാലം മുതൽ പ്രത്യേക പരിചരണത്തിൽ കൊണ്ടുവരികയാണ്. അത് സാത്താനും അറിയാം. അത് സാത്താനും അറിയാവുന്ന നമ്മുടെ അപ്പോസ്തലന്മാർക്ക് അറിയണം. അത് മനസ്സിലാക്കേണ്ട അടിയന്തരമായിട്ട് ഈ വിഷയം എത്രയും വേഗം ക്ലോസ് ചെയ്യണം. സഭയ്ക്ക് ഡാമേജ് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ജയപരാജയങ്ങളുടെ പ്രശ്നങ്ങളില്ല. ഇത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സഭയ്ക്ക് ഡാമേജ് ഇല്ലാതെ ഈ വിഷയം പര്യവസാനിച്ചാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നാണ്. അതിനുവേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.